എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഷാങ്ക്സിനെ കുറിച്ചാണ്. നമ്മുടെ ഷാങ്ക്സ് ഇമ്മോർട്ടലാണ് എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. എനിക്ക് നിങ്ങൾ പ്രത്യേകിച്ചൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കണ്ടിച്ച് ആരും തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതിനുള്ള തെളിവ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് കാണിച്ചു തരാം. ഇന്നലെ ഞാനിട്ട വീഡിയോസ് എന്ന് പറഞ്ഞാൽ 2-3 പേര് മാത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കുക. എന്നാൽ മാത്രമേ വീഡിയോയുടെ മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഞാനീ പറയാൻ പോകുന്ന തിയറി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. നമ്മുടെ ഷാങ്ക്സ് നമുക്കറിയാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമുക്കറിയാം ഷാങ്ക്സിൻ്റെ അച്ഛൻ ഗാർലിംഗ് ഫിഗർലാൻഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ പാരറ്റ് മെയിൻ ആയിട്ട് റെഡ് ഹെയർ പാരറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ റോജർ പാരറ്റിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തതിന് ശേഷം ഒരിക്കലും മെറിജോയിലേക്ക് പോയിരുന്നു, തൻ്റെ ഫാദറിനെ അതുപോലെ തന്നെ തൻ്റെ ഫാമിലിനെ കാണാൻ. കാരണം നമ്മുടെ റോജർ നമ്മുടെ ഷാങ്ക്സിനോട് തൻ്റെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ ഫാമിലിനെ കാണാൻ വേണ്ടി മെറിജോയിലേക്ക് പോവുകയും അവിടെ കുറച്ച് കാലം തങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷാങ്ക്സ് അവിടെ പോയ സമയത്ത് നമ്മുടെ ഷാങ്ക്സിന് പ്രത്യേക തരത്തിലുള്ള ട്രീറ്റൊക്കെ കിട്ടിയിരുന്നു. കാരണം നമ്മുടെ ഷാങ്ക്സ് ഗാർലിങ്ങിൻ്റെ മകനായതുകൊണ്ട്. അതിനുശേഷം നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ ഷാങ്ക്സിൻ്റെ പവേഴ്സും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഷാങ്ക്സിനെ ഹോളി നൈറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മുടെ ഇമൂസാമി ആയിക്കോട്ടെ നമ്മുടെ ഷാങ്ക്സിന് തൻ്റെ പവേഴ്സ് ഗ്രാൻഡ് ചെയ്യുകയോ നമ്മുടെ ഷാങ്ക്സിനും ഇമ്മോർട്ടാലിറ്റിയോ അതുപോലെ തന്നെ റീജനറേഷനോ ഇതൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ഷാങ്ക്സ് ആയിക്കോട്ടെ നമ്മുടെ റോജർ വളർത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ ഷാങ്ക്സിന് ഒരു ആളുടെ മിനിയനായിട്ട് കഴിയാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാങ്ക്സ് പെട്ടെന്ന് തന്നെ മെറിജോയിൽ നിന്ന് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. പക്ഷെങ്കിൽ നമ്മുടെ ഷാങ്ക്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മാർക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ ഇമൂസാമയുടെ കേസ്. അത് നമ്മുടെ ഷാങ്ക്സിന് പെട്ടെന്നൊന്നും പോക്കാനും പറ്റുമായിരുന്നില്ല. കാരണം നമ്മുടെ ഷാങ്ക്സ് ഒരു ലെഫ്റ്റ് ഹാൻഡ് മാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാങ്ക്സ് ആ കൈ മുറിച്ച് കളിയാണെങ്കിലും നമ്മുടെ ഷാങ്ക്സിന് വലിയ രീതിക്കുള്ളൊരു ഡിസഡ്വാൻറ്റേജ് തന്നെ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. പക്ഷെങ്കിൽ ആ മാർക്ക് നമ്മുടെ ഷാങ്ക്സിൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം നമ്മുടെ ഷാങ്ക്സിനെ എപ്പോൾ വേണമെങ്കിലും തൻ്റെ ഇമൂസാമയ്ക്ക് തൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ തൻ്റെ അടുത്തേക്ക് സമ്മൺ ചെയ്യാനോ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാങ്ക്സിന് ആ ടൈമിൽ വലിയ രീതിയിലുള്ള മൂവ്സോ ഒന്നും തന്നെ നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ ലൂഫിക്ക് വേണ്ടിയിട്ട് തൻ്റെ കൈ സാക്രിഫൈസ് ചെയ്യുന്നത്. ഈ ഒരു സാക്രിഫൈസിലൂടെ നമ്മുടെ ഷാങ്ക്സിന് 2 നേട്ടങ്ങളാണ് ഉണ്ടായത്. ഒന്ന് നമ്മുടെ ലൂഫിയുടെ ട്രസ്റ്റ് ഗെയിൻ ചെയ്യാനും പറ്റി, പിന്നെ നമ്മുടെ ഇമൂസാമയുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റി. ഈ കേസിനെ കുറിച്ച് നമ്മുടെ ഷമേഴ്സും അതുപോലെ തന്നെ കില്ലിംഗ്ഹാമും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാങ്ക വായിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ. അങ്ങനെയാണ് നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ ഇമൂസാമയിൽ നിന്ന് രക്ഷപ്പെടുന്നത്, തൻ്റെ റീജനറേഷൻ പവർ ഷാങ്ക്സിന് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഷാങ്ക്സ് തൻ്റെ കൈ സാക്രിഫൈസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അല്ലാതെ ലൂഫിനെ രക്ഷിക്കാൻ മാത്രമായിട്ടുള്ള നമ്മുടെ ഷാങ്ക്സ് തൻ്റെ കൈ സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ തിയറിയിൽ നമ്മുടെ ഷാങ്ക്സിൻ്റെ കൈയിനെ കുറിച്ചും അതുപോലെ തന്നെ ഷാങ്ക്സിൻ്റെ ഇമ്മോർട്ടാലിറ്റിനെ കുറിച്ചും ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ തിയറിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നത് ബൈ ബൈ.